ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നിങ്ങൾ ഓൾറെഡി എൻ്റെ തമ്പലയിൽ കണ്ട പോലെ ഇലോൺ മസ്കിൻ്റെ റെസ്യൂമ് പോലെ നമുക്കൊരു റെസ്യൂമ് നമുക്ക് ടൈപ്പ് ചെയ്തുണ്ടാക്കാം. നമുക്ക് വേറെ ഒരു ഫ്രണ്ട്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഒരു റെസ്യൂമ് ചെയ്തെടുക്കണമെങ്കിൽ ചില സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, റെസ്യൂമ് ഉണ്ടാക്കാൻ അറിയാത്തവരെ ഇഷ്ടം മാതിരി പറയുന്നുണ്ട്. അപ്പം അറിയാവുന്നവരോട് ജസ്റ്റ് കെഞ്ചി നമ്മൾ ചോദിക്കും അല്ലേ. ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിനൊരു അടിപൊളി ഒരു വെബ്സൈറ്റ് കിട്ടിയിട്ടുണ്ട്. കുറേ വെബ്സൈറ്റുകളുണ്ട്. അപ്പം ക്യാൻവ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ വെബ്സൈറ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു റെസ്യൂംസിന് മാത്രമായിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. നമുക്ക് റെസ്യൂംസ് എന്ന് പറഞ്ഞാൽ പല സ്റ്റൈൽസ് റെസ്യൂംസ് ഉണ്ട്. ബിസിനസ് ഉണ്ട്, പൊളിറ്റീഷ്യൻ്റെ ഉണ്ട്, അല്ലെങ്കിൽ പറയുന്ന മ്യൂസിക്കിൻ്റെ ഉണ്ട്, ഗ്രാഫിക്സിൻ്റെ ഉണ്ട്, ഈ പറയുന്ന അങ്ങനെ പറയുന്ന ഇഷ്ടംമാതിരി. ഇപ്പോൾ ഇത് താഴേക്ക് പോയി സിംഗേഴ്സിൻ്റെ റെസ്യൂംസ്, ആക്ടിങ്ങിൻ്റെ, ടി വി, പൊളിറ്റിക്കൽ, അഡ്വർടൈസ്മെൻറ്റ്, അങ്ങനെയൊക്കെയുള്ള സ്പോർട്സ് റെസ്യൂം, അങ്ങനെ പല രീതിയിലുള്ള റെസ്യൂംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റെസ്യൂംസ് ആണോ വേണ്ടേ, ആ റെസ്യൂംസ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം സിമ്പിളായിട്ട്, അതിനുള്ള ടെംപ്ലേറ്റുകളാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. നമുക്ക് സിമ്പിളൊന്ന് നമ്മൾ സാധാരണ ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് ദീസ് റെസ്യൂം ഡു നോട്ട് എക്സിസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ദീസ് റെസ്യൂം ഡസ് നോട്ട് എക്സിസ്റ്റ് .com അല്ല ദീസ് റെസ്യൂം ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എടുത്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് ആയിട്ട് നമുക്ക് വരുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അപ്പം മറക്കാതെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സെർച്ച് ചെയ്തെങ്കിൽ നമുക്ക് ബ്രൗസ് റെസ്യൂംസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സിൻ്റെ ഉണ്ട്, മാർക്ക് സക്കർബർഗിൻ്റെ ഉണ്ട്, അങ്ങനെ ഇഷ്ടംമാതിരി ആൾക്കാരുടെ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ടെംപ്ലേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കണ്ടൻറ്റ് വേണം കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലോൺ മസ്കിൻ്റെ ജസ്റ്റ് കൊടുത്തു. ഇലോൺ മസ്കിൻ്റെ എടുത്തിട്ട് റൈറ്റ് റെസ്യൂം ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്, ലൈവ് പ്രോജക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അവരുടെ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാണ്ട് റെസ്യൂം ലൈക്ക് ദിസ്. ഇനി ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലുള്ളവർക്ക് ഫോൺ ചെയ്യാം. ഞാൻ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ PC എന്നാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആഡ് സെക്ഷൻസ്, നമുക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇലോൺ മസ്കിൻ്റെ ആകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ പേര് എന്താണെന്നുള്ള വെച്ചാൽ XXXX ഒരു XXX. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു പ്രൊഫഷൻ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് അതിന് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ആണെങ്കിൽ അപ്ലോഡ് ഫോട്ടോ എന്ന് വെച്ചിട്ട് ഇത് കണ്ട അപ്ലോഡ് ഫോട്ടോ. അപ്പം നമുക്ക് ഏതാ വേണ്ടി വെച്ചിട്ട് ഞാൻ ഒരു അപ്ലോഡ് ഫോട്ടോ എന്ത് ചെയ്തു, വാട്സപ്പിൻ്റെ കൊടുത്ത് നോക്കാം. ഓക്കെ, ആവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നമുക്കൊരു വാട്സപ്പിൻ്റെ എൻ്റെ അടുത്ത് ഫോട്ടോസൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ. അപ്പം നിങ്ങളുടെ എന്ത് ചെയ്യുക, നല്ല മനോഹരമായ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ അവിടെ അപ്ലോഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ, അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഡ്രസ്സ്, നമുക്ക് എപ്പോഴും അഡ്രസ്സ്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാവരും അറിയത്തില്ല. നമ്മുടെ ഒരു സമ്മറി നമ്മൾ എന്തായാലും അവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ്, അത് മസ്റ്റായിട്ടുള്ള കേസാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങളത് കൊടുക്കുക. അതിനുള്ള ഡേറ്റ്, വർഷങ്ങൾ, പിന്നെ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തും ആ കമ്പനിയെക്കുറിച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കുറച്ചും കൂടി ബ്രീഫായിട്ട് നമുക്ക് എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഈ കാണുന്നവർക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പേജ് എപ്പോഴും നമ്മൾ ഫില്ലായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് കാണിച്ചു. പിന്നെ എഡ്യൂക്കേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഏതൊക്കെയാണെന്നുള്ള രീതിയാണ് ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നോക്കിയിട്ട് നമുക്ക് ലീഡർഷിപ്പ്, നമ്മുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാണിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ അച്ചീവ്മെൻറ്റ്സ്, എന്തെങ്കിലും നമുക്ക് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാമെന്നാണ് കുറച്ചും കൂടി ബെറ്ററാണ്. ഇത്രേ ഉള്ളൂ സംഭവം ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആഡ് സെക്ഷൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. നമുക്ക് ഏത് സ്റ്റൈലുള്ള സെക്ഷൻ ആഡ് ടു റെസ്യൂം കൊടുത്ത് കണ്ട സെക്ഷൻസ് കണ്ട ആഡായി ഞാനിപ്പോൾ ഒരു സെക്ഷൻസ് ആഡായി. അപ്പോൾ നമുക്ക് പല സെക്ഷൻസ് നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്ത് പിന്നെ റീഅറേഞ്ച് എങ്ങനെയാണ് എനിക്ക് വേണ്ടത്. ഞാൻ സമ്മറി എന്ന് പറഞ്ഞ സെക്ഷനാണ്, ഹെഡർ കൊടുത്തിട്ടുണ്ട്, ഇത് സ്കിൽസ്. അപ്പോൾ എനിക്കെന്ത് ചെയ്യണം, സ്കിൽസിനെ മുകളിൽ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, നേരെ വന്ന് കണ്ടിന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി സ്കിൽസ് മുകളിൽ കയറി കണ്ടോ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് റെസ്യൂംസിനെ ആരുടെ ഹെൽപ്പില്ലാതെ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാം. നല്ല കിടുക്കൻ റെസ്യൂം, നല്ല അടിപൊളി. പിന്നെ ഇംപ്രൂവ് ടെക്സ്റ്റ്, ചെക്സ്, എ ഒന്നും നമുക്ക് കിട്ടില്ല, വെറുതെ അസിസ്റ്റൻസ് ഒക്കെ. പിന്നെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ പ്രീമിയം തന്നെ അവർക്ക് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് സൈനപ്പ് ടു സേവ് യുവർ
വർക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈഡിൽ കണ്ടോ ഈ വ്യൂ കാണിക്കുന്നത്, അവിടെ ജസ്റ്റ് ഒന്ന് പ്രീമിയം ആട്ടോ കണ്ടോ, ഇവിടെ ഓൾറെഡി ഒന്ന് പ്രീമിയത്തിൻ്റെ ലോക്ക്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. നമുക്കെന്നാലും ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു, പ്രിവ്യൂ ഡൗൺലോഡ് കൊടുത്തു. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂം നമ്മൾ തയ്യാറാക്കി നിങ്ങളുടെ കൊടുക്കണം കേട്ടോ. അതിന് ഡൗൺലോഡ് ദിസ് റെസ്യൂം കൊടുക്കാം. ഓക്കെ ഓക്കെ അപ്പം ഡൗൺലോഡ് കൊടുക്കുമ്പോൾ നമ്മളിന്ന് മെയിൽ അഡ്രസ്സ് നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഗൂഗിൾ വിത്തിട്ട് ഒന്ന് കൊടുക്കാവേ. നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. നമുക്ക് ഇന്ന് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സാധാരണ ലോഗിൻ അത്രേ ഉള്ളൂ കേട്ടോ ഈ വെബ്സൈറ്റിലേക്ക്. അതിൻ്റെ സൈഡിൽ കണ്ടോ ഡൗൺലോഡ്സ്, അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് PDF, സെൻഡ് PDF ടു യുവർ മെയിൽ, ഏത് രീതിയാണെങ്കിൽ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഡൗൺലോഡ് ആസ് PDF കൊടുത്തു. ഓക്കെ, കംപ്ലീറ്റ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മുടെ ഓരോ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് കേട്ടോ. ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കൊടുത്തു നോക്കാം എങ്ങനെ കിട്ടുന്നത് നോക്കട്ടെ. നമുക്ക് നല്ല അടിപൊളി റെസ്യൂം നമുക്ക് എന്ത് ചെയ്തു കിട്ടിയിട്ടുണ്ട് അല്ലേ. സിമ്പിളായിട്ട് നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മളിത് നമ്മുടെ ഡീറ്റെയിൽ എല്ലാം വെച്ച് നമ്മൾ റെസ്യൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളുടെ സ്കിൽസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുത്ത് അടിപൊളി റെസ്യൂം ഓരോ ആൾക്കാരുടെ ഹെൽപ്പില്ലാതെ നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ നമ്മൾ താഴെ കണ്ട അവരുടെ പവേർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു വാട്ടർമാർക്ക് ഇതുണ്ട്. ഇതെങ്ങനെ കളയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം PDF എഡിറ്റർ ഉണ്ടാവും. ജസ്റ്റ് PDF എഡിറ്റർ പോവുക, നേരെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുക. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഇത്രയും നല്ല റെസ്യൂം കിട്ടുന്നതല്ലേ. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ഒന്ന് ചെയ്യുക. അപ്പം സേവ് ചെയ്യുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റെസ്യൂം സബ്മിറ്റ് ചെയ്യാൻ പറ്റും. മറക്കാതെ ഇങ്ങനെയൊന്ന് റെസ്യൂം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് റെസ്യൂം ചെയ്യാൻ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ ഓക്കെ, ബൈ, താങ്ക്സ്.